നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വാമിനി, ഒരു കുട്ടി വന്നിട്ടുണ്ട്. എന്താണ് വിശേഷം? എന്തിനാ പരിഭ്രമിക്കുന്നത്? പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ വരുന്നത്. റോഡിലൂടെ വരുമ്പോ ചില ആളുകൾ എന്നെ പിടിക്കാനായിട്ട് ഓടിച്ചു. എന്നിട്ട് അവർക്ക് പിടികൊടുക്കാതെ ഓടിക്കേറി ഞാൻ ഇങ്ങോട്ട് വന്നത്. മോള് പേടിക്കേ വേണ്ട, ഇത് മോളുടെ വീടാ. നിങ്ങൾ പോയിക്കോട്ടെ. എന്താ പേര്? ശരണ്യ. എന്ത് ചെയ്യുന്നു? ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആഹാ, എന്നിട്ടാണോ ഇങ്ങനെ പേടിക്കുന്നത്? എവിടെയാ നാട്? കണ്ണൻകുളങ്ങര. കണ്ണൻകുളങ്ങരയോ? അവിടെ ഏതാ തറവാട്ട് പേര്? മാണിക്യവിളക്കത്ത്. അവിടെ ഒരാളെ എനിക്കറിയാം. ഇവിടുത്തെ സ്ഥിരം വിസിറ്ററാ, ഭാനുമതി അമ്മ. എന്റെ മുത്തശ്ശിയാ. അതെയോ? ഇതാ ഇപ്പൊ നന്നായത്. കുട്ടിക്കിപ്പോ മുത്തശ്ശിയെ കാണണോ? മുത്തശ്ശി ഇപ്പോ വീട്ടിലല്ല. അല്ല, എനിക്കറിയാം. ഇതൊക്കെ ഒരു ദൈവനിയോഗമാണ്, അല്ലാതെ എന്തു പറയാൻ. കുട്ടിയുടെ മുത്തശ്ശി ഇവിടെ തന്നെയുണ്ട്. വാ, കാണിച്ചു തരാം. കുട്ടി ഇവിടെ നിൽക്കുക, ഞാൻ മുത്തശ്ശി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. മുത്തശ്ശിയെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തണം. എന്താ, കിടക്കാറായില്ലേ? ഇല്ല, വായിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങും. അല്ല, സ്വാമിനി ഉറങ്ങുന്നില്ലേ? ഇന്ന് എനിക്ക് ഉറക്കമില്ല, ധ്യാനിക്കണം. അതിനുള്ളൊരു വിഷയം കിട്ടിയിട്ടുണ്ട്. വിഷയങ്ങൾ എന്താണെന്ന് എന്നോട് പറഞ്ഞ ഞാനും ഉറങ്ങാതിരുന്ന് ധ്യാനിക്കാം. ആകാം, വന്നോളൂ. എന്റെ ഭഗവാനെ, മോളെ മോളെ മുത്തശ്ശി, മോളെ മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? സന്തോഷിക്കേണ്ട നേരത്ത് നീ എങ്ങനെ കരയുന്നേ? നിങ്ങളും മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിൽ വിശേഷങ്ങൾ പറ. കരയാതെ പിന്നെ വിശേഷങ്ങൾ പറ. അവിടെ ഒരാൾക്ക് പോലും അറിയില്ല ഞാൻ ഇവിടെയാണുള്ളതെന്ന്. മിടിക്കുകയാണ് നീ. അല്ല, ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്ന് നീ എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. മോളെ, മുത്തശ്ശിയുടെ മനസ്സിലെ ചില ആശങ്കകൾ തോന്നുന്നുണ്ട്. വീട്ടിൽ നിനക്ക് വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നെന്ന് മുത്തശ്ശിക്ക് ഒരു തോന്നൽ. കരയാതെ മോളെ. വീട്ടിൽ നിന്ന് നിന്നെ അവർ പുറത്താക്കുമല്ലോ ചെയ്തോ? അല്ലെങ്കിൽ നീ ഇറങ്ങിപ്പോന്നോ? കരയാതെ. നീ ഈ സമയത്ത് തനിച്ച് എങ്ങനെയാണ് വന്നു ചേർന്നത്? പറയും മോളെ, എന്നോട് പറ മോളെ. ഞാൻ ഭയപ്പെടുന്നത് പോലെ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുത്തശ്ശി ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ
ഇങ്ങനെയൊക്കെ പെരുമാറിയവരോട് ഒരു കാരണവശാലും ഞാൻ പൊറുക്കില്ല. കണക്ക് പറയിപ്പിക്കും ഞാൻ അവരെ കൊണ്ട്. നന്ദ പാവ മുത്തശ്ശി. നന്ദനെ കൊണ്ട് മറ്റു ചിലരൊക്കെ അങ്ങനെ ചെയ്യിക്കുന്നത്. എനിക്കറിയാം മോളെ അവിടെ എന്താ നടക്കുന്നതെന്ന്. എന്റെ വീട്, എന്റെ സ്വത്തുക്കൾ, എന്റെ ബിസിനസ്സുകൾ, അതിന് മാത്രം കണ്ണു നട്ടുകൊണ്ടാണ് അവിടെ ചിലര് കഴിയുന്നത്, എന്റെ മോൻ ഉൾപ്പെടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് മാറി ഇവിടെ ഒന്ന് നിൽക്കുന്നത് ഒരു സ്വസ്ഥത തേടിയാ. മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോഴാ ഞാൻ അവിടെ തിരിച്ചെത്താറ്. മോളെ, നീ കുറച്ചു ദിവസം മുത്തശ്ശിയുടെ കൂടെ ഈ ആശ്രമത്തിൽ തന്നെ കഴിയണം. എന്താ, പറ്റുമോ? എനിക്കതിൽ പരം ഒരു സന്തോഷമില്ല മുത്തശ്ശി. ശരി, ഇനി ഒന്നും നോക്കണ്ട. നമ്മൾ ഒന്നിച്ചിവിടെ കഴിയും. ആരും അറിയണ്ട ഇവിടെയാണെന്ന് ആരോടും പറയുകയും വേണ്ട. നിന്റെ മൊബൈൽ ഫോണും മറ്റും എടുത്ത് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചോണം. നിന്നെ കാണാനില്ലാതാകുമ്പോ എല്ലാവരും വെള്ളം കുടിക്കും. എല്ലാരും കുടിച്ച് ചാവട്ടെ. ബാ, കരയാതെ നടക്ക. എടുത്തു. ആരെ കാണാനാ? ഭാനുമതി അമ്മ. ഭാനുമതി അമ്മയോ? കണ്ണൻകുളങ്ങര മാണിക്യ വിളക്കത്ത്. ഓ, നമ്മുടെ ഭാനുമതി അമ്മ മേഡം. പക്ഷെ സാർ, ഇവിടെ ഒരു പൂജ നടക്കാണ്. സന്ദർശകരെ തൽക്കാലം അനുവദിക്കില്ല. ഞാൻ മകനാ. അത്യാവശ്യമായിട്ട് ഒരു പേഴ്സണൽ കാര്യം അമ്മയോട് പറയാനുണ്ടായിരുന്നു. ഓക്കെ സാർ. എന്തായാലും സാറ് വിസിറ്റേഴ്സ് റൂമിന്റെ ഭാഗത്തേക്ക് നിന്നോളൂ. ഞാൻ മേഡത്തിനോട് വിവരം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. ശരി, താങ്ക്സ്. വാസുദേവനോ? നീ എന്താ ഇവിടെ? ഇത് വാസുദേവൻ എന്റെ ഏക മകനാ. ഒറ്റ മകനാണല്ലേ, അതുകൊണ്ടാ അമ്മയെ കാണാണ്ടിരിക്കാൻ പറ്റാത്തത്. അങ്ങനെയൊക്കെ ആയേക്കൊള്ളാന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ വരവിന്റെ ഉദ്ദേശം അതാകാൻ സാധ്യതയില്ല. അല്ലേടാ മോനെ? അതോ ഈ സാമണി പറഞ്ഞ പോലെ എന്നോടുള്ള സ്നേഹം മൊത്തം നീ വന്നതാണോ? എനിക്ക് അമ്മയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ആ, അത് പറ. അല്ലാതെ സാമണി പറഞ്ഞ പോലെ എന്നെ കാണാതിരിക്കാൻ പറ്റാതെ നീ എന്നെ തേടി ഇവിടെ വരത്തില്ല. അപ്പൊ എന്തോ കാര്യമായ കാര്യമുണ്ട്. നിങ്ങൾ അമ്മയും മോനും തമ്മിൽ സംസാരിക്കും. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവിടെ നീ എനിക്ക് മനസ്സമാധാനം തരത്തില്ലെന്നുണ്ടോ? അമ്മ കാര്യം അറിയാതെ ഇങ്ങനെ പറയരുത്. ആ അറിവൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ ചിറ്റമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അവരാ പറഞ്ഞ അമ്മ ഇവിടെ ഉണ്ടെന്ന്. ഒരാളോടും പറയരുന്ന് പറഞ്ഞിട്ടാ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അവക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, നീ വന്ന കാര്യം പറ. അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരണം. കൊള്ളാം. ഇവിടെ 11 ദിവസത്തെ ഒരു പൂജ നടക്കുന്നുണ്ട്. അത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബുക്ക് ചെയ്തതാ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോണോന്നേ ഞാൻ തീരുമാനിക്കത്തുള്ളൂ. അതുകൊണ്ട് വന്ന കാര്യത്തിന് വെറുതെ കിടന്ന് വാശി പിടിക്കണ്ട. മറ്റൊന്നും പറയാനില്ലെങ്കിലേ നിനക്ക് പോകാം. അമ്മ, വീട്ടിലെ കാര്യങ്ങൾ ആകെ പ്രശ്നത്തില. ആർക്കും ഒരു മനസമാധാനവും ഇല്ല. ആ, അത് പിന്നെ എന്നാ ഉണ്ടായിട്ടുള്ളത്? നിന്റെ അച്ഛൻ നമ്മളെ വിട്ടുപോയതിനു ശേഷം അതെന്താണെന്ന് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഞാനും രോഹിണിയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടല്ലോ.